പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം നഗരസഭ 37-ാം വാർഡിൽ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചു. ഒറ്റപ്പാലം നഗരസഭ 37-ാം വാർഡിലെ വായനശാല അമ്പലവട്ടം റോഡിൽ ശോചനീയാവസ്ഥയിലായിരുന്ന വലിയ കുഴികൾ കൗൺസിലറുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അടച്ചു. റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിനായി ക്വാറി വേസ്റ്റ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലർ അറിയിച്ചു. പനമണ്ണ സൗത്തിലെ വായനശാല അമ്പലവട്ടം റോഡിലെ ശോചനീയാവസ്ഥയിലുള്ള റോഡിലെ വലിയ വലിയ കുഴികളാണ് ഇന്ന് അടയ്ക്കുന്ന പ്രവൃത്തികൾ നടന്നിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിൽ രേഖാമൂലം കത്ത് നൽകിയിട്ടും യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വാർഡ് കൗൺസിലറുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ പ്രവൃത്തികൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഇതേ തുടർന്നാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി കുഴികൾ അടയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത്. അതേസമയം 2026-27 വാർഷിക പദ്ധതിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിലുള്ള ഭാഗങ്ങൾ സ്കാരിഫൈ ചെയ്ത ടാറിംഗ്, റീടാറിംഗ് എന്നിവ നടത്തുന്നതിനും മറ്റ് ഭാഗങ്ങളിൽ പാച്ച് വർക്ക് ചെയ്യുന്നതിനുമായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആകെ 417 മീറ്റർ റോഡാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സാങ്കേതിക അനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും കൗൺസിലർ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലുള്ള കാലതാമസമാണ് റോഡ് പണികൾക്ക് പ്രധാന പ്രതിസന്ധിയാകുന്നതെന്നും അവർ പറഞ്ഞു. 2025-26 വാർഷിക പദ്ധതിയിൽ മല്ലിപ്പറമ്പ് റോഡ് റീടാറിംഗിനായി 11.5 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്തിരുന്നു. എന്നാൽ സമയബന്ധിതമായി എഗ്രിമെന്റ് വയ്ക്കാനും സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാനും നഗരസഭയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ റോഡ് ഉൾപ്പെടെയുള്ള 2 റോഡ് പ്രവൃത്തികളും ഒറ്റപ്പാലത്ത് ടാറിംഗ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും കൗൺസിലർ വ്യക്തമാക്കി. റോഡ് കുഴികൾ അടയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത വാർഡ് കമ്മിറ്റി ഭാരവാഹികൾക്കും കുഴികൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ മോഹൻദാസ്, മുരുകേഷ് എന്നിവർക്കും സഹകരിച്ച എല്ലാവർക്കും വാർഡ് കൗൺസിലർ നന്ദി അറിയിച്ചു.